ഭിന്നശേഷിയിൽ തട്ടിത്തെറിക്കുന്ന അധ്യാപക ജീവിതം. ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്, പാലാ രൂപതാ മെത്രാൻ, സീറോ മലബാർ സിനഡ് കമ്മീഷൻ ഫോർ എഡ്യൂക്കേഷൻ കൺവീനർ, ഡിസംബർ മാസം 3-ാം തീയതി ദീപിക ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൻ്റെ ശബ്ദരൂപം. നാട്ടിലെല്ലായിടത്തും വിദ്യാലയങ്ങൾ സ്ഥാപിച്ച് നടത്തിക്കൊണ്ടുപോകാൻ സർക്കാരിന് സാധിക്കാതെ വന്ന സാഹചര്യത്തിലാണ് കേരളത്തിൽ എയ്ഡഡ് സ്കൂളുകൾ എന്ന ഒരു വിഭാഗം രൂപം കൊണ്ടത്. അധ്യാപകർക്കുള്ള ശമ്പളം സർക്കാർ കൊടുക്കുന്നതുകൊണ്ട് ഇന്നത് ഏറെ ആക്ഷേപങ്ങൾക്ക് ഇരയാകുന്നുണ്ട്. എന്നിരുന്നാലും കേരളത്തിലെ ഭൂരിഭാഗം രക്ഷിതാക്കളും കുട്ടികളും എയ്ഡഡ് മേഖലയാണ് ആശ്രയിക്കുന്നത് എന്നത് എയ്ഡഡ് സ്കൂളുകൾക്ക് ഏറെ ഊർജം പകർന്നു നൽകുന്നു. വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ സ്കൂളുകളോടൊപ്പം ഉത്തരവാദിത്വവും സാമൂഹിക പ്രതിബദ്ധതയും പ്രകടിപ്പിക്കുന്ന എയ്ഡഡ് മാനേജ്മെൻറ്റുകൾ സർക്കാരിൽ നിന്നോ പൊതുസമൂഹത്തിൽ നിന്നോ വേർതിരിഞ്ഞു നിൽക്കുന്നതോ എതിരിട്ട് നിൽക്കുന്നതോ ആയ വിഭാഗമല്ല. മറിച്ച് സർക്കാരിനു വേണ്ടി സർക്കാർ നിർദ്ദേശപ്രകാരം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന എയ്ഡഡ് വിദ്യാലയങ്ങളെ സർക്കാരിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹകാരിയുമായാണ് കാണേണ്ടത്. എന്നിരുന്നാലും സർക്കാർ സ്കൂളുകളെ അപേക്ഷിച്ച് എയ്ഡഡ് സ്കൂളുകൾക്ക് നിരവധി വിവേചനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അധ്യാപകരുടെ നിയമനം അംഗീകരിക്കുന്നതിലും മാസശമ്പളത്തിൻ്റെ ലഭ്യത, സർവീസ് വെരിഫിക്കേഷൻ, ഗ്രേഡ്, ശമ്പള ഫിക്സേഷൻ തുടങ്ങിയ ഘട്ടങ്ങളിലെല്ലാം സർക്കാർ തലത്തിലുള്ള മേലുദ്യോഗസ്ഥരുടെ പരിശോധനയും അംഗീകാരവും തേടേണ്ടി വരുന്നത് സ്വീകാര്യമാണെങ്കിലും പലപ്പോഴും ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം ഉൾപ്പെടെയുള്ള പലവിധ ബുദ്ധിമുട്ടുകൾക്കിടവരുത്താറുമുണ്ട്. എയ്ഡഡ് അധ്യാപകൻ്റെ നിയമനം പാസ്സായി ശമ്പളം ലഭിക്കാൻ പലപ്പോഴും മാസങ്ങളും വർഷങ്ങളുമൊക്കെ കാത്തിരിക്കേണ്ടി വരുമ്പോൾ സർക്കാർ അധ്യാപകൻ്റെ ശമ്പളം നിയമനം ലഭിച്ച് ഒരു മാസത്തിനുള്ളിൽ തന്നെ ലഭിക്കുമെന്നത് സർക്കാർ എയ്ഡഡ് വേർതിരിവിന് ഉദാഹരണമാണ്. ഇത്തരം സാഹചര്യങ്ങൾ മുമ്പേ ശീലമുള്ളതാണെങ്കിലും ഈ അടുത്ത കാലത്തായി പുറത്തു വന്നിരിക്കുന്ന പല ഉത്തരവുകളും എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. അതിലൊരു പ്രധാന പങ്കുവഹിക്കുന്ന പ്രശ്നമാണ് ഭിന്നശേഷി സംവരണം. ഒരു കാര്യം ഉറപ്പിച്ചു പറയട്ടെ, ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് അർഹമായ പരിഗണനയും ആനുകൂല്യങ്ങളും നൽകുക തന്നെ വേണം. എന്നാൽ അവരുടെ പേരിൽ നൂറുകണക്കിന് അധ്യാപകരുടെ ജീവിതം എരുതിയിൽ നിന്നും വറചട്ടിയിൽ വീണ അവസ്ഥയിലായിരിക്കുന്നു. വർഷങ്ങളായി ജോലി ചെയ്തിട്ടും ശമ്പളമോ നിയമന അംഗീകാരമോ ലഭിക്കാത്ത അധ്യാപകരുടെ മനോവീര്യവും ആത്മാഭിമാനവും തകർന്നു പോകുന്നത് കാണാൻ ആളില്ലാതെ പോകുന്നത് എന്തു കഷ്ടമാണ്. ഭിന്നശേഷി സംവരണവും ഉത്തരവുകളും സർക്കാർ നിർദ്ദേശങ്ങളും KER ചട്ടങ്ങളും പാലിച്ച് യോഗ്യതയുള്ള ഒരു അധ്യാപകനെ മാനേജർ നിയമിച്ചാലും ഇന്നത് പ്രതിസന്ധിയിലാണ് അവസാനിക്കുക. അധ്യാപകൻ്റെ നിയമനം അംഗീകരിച്ച് ശമ്പളം അക്കൗണ്ടിൽ എത്തുന്നതുവരെ എന്തെല്ലാം തടസ്സങ്ങളാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന നൂറുകണക്കിന് ഉത്തരവുകളും സർക്കുലറുകളും അതിൽ പല ഉത്തരവുകളും വേറിട്ട സാഹചര്യത്തിൽ വ്യത്യസ്ത ഉദ്യോഗസ്ഥരാൽ പുറപ്പെടുവിച്ചുള്ളവയാകയാൽ ഏറെയും അധ്യാപക മാനേജ്മെൻറ്റ് വിരുദ്ധവും ഓരോ ഉത്തരവും അതതു സമയത്തെ പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടിയാണെങ്കിലും എല്ലാ ഉത്തരവുകളും കൂടിക്കുഴയുമ്പോൾ തീരുമാനമെടുക്കേണ്ട AEO, DEO, RDD തലത്തിലുള്ള ഉദ്യോഗസ്ഥർ പ്രതിസന്ധിയിലാവുക സ്വാഭാവികം മാത്രം. അപ്പോൾ പിന്നെ അധ്യാപകരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഉത്തരവുകളിലെ പിഴവുകൾ നിമിത്തം പ്രശ്നപരിഹാരത്തിനായി അധ്യാപകരും മാനേജ്മെൻറ്റുമൊക്കെ കോടതിയിൽ നിന്നിറങ്ങാനാകാത്ത അവസ്ഥയിലായിരിക്കുന്നു. ഇതിനെല്ലാം പണം കണ്ടെത്തേണ്ടി വരുന്നത്
സ്ഥിതി കൂടുതൽ രൂക്ഷമാക്കുന്നു. ഇതിനിടയിൽ അധ്യാപക നിയമനവും ആനുകൂല്യങ്ങളും വൈകിപ്പിക്കാൻ കാരണമന്വേഷിച്ചിരുന്ന സർക്കാരിനു വീണ് കിട്ടിയ കച്ചിത്തുരുമ്പാണ് ഭിന്നശേഷി സംവരണമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. 1997 മുതലുള്ള നിയമനങ്ങൾ കണക്കാക്കി അന്നു മുതലുള്ള ഭിന്നശേഷി സംവരണം ഇക്കാലത്ത് നടപ്പാക്കണമെന്ന ഉത്തരവ് എയ്ഡഡ് സ്കൂളുകളെ ഒട്ടൊന്നുമല്ല ബാധിച്ചിരിക്കുന്നത്. പിടിച്ചു നിൽക്കാൻ പ്രയാസപ്പെട്ടിരുന്ന പല സ്കൂളുകളും ഇന്ന് മുങ്ങിത്താഴുന്ന കപ്പലിന് സമാനമായിരിക്കുന്നു. ഇങ്ങനെ അനവധി ഉത്തരവുകൾ ഉണ്ടാകുന്നത് സ്കൂൾ ഭരണം, നടത്തിപ്പ് തുടങ്ങിയ അടിസ്ഥാന ഘടകങ്ങളെ ഒന്നാകെയാണ് ബാധിക്കുന്നത്. 8/11/2021 എന്ന ഭീകരദിനം. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് 8/11/2021 എന്ന തീയതി അധ്യാപകരെയും മാനേജ്മെൻറ്റിനെയും സംബന്ധിച്ചിടത്തോളം ഭീകരദിനമാണ്. 8/11/2021 മുമ്പുണ്ടായതും ശേഷമുണ്ടായതുമെന്ന വേർതിരിവിൽ ഒരുപാട് സങ്കീർണതകളും കണ്ണുനീരുമാണ് മാനേജർ കാണേണ്ടി വരുന്നത്. അതായത് തസ്തിക 8/11/2021 മുമ്പുണ്ടായതാണെങ്കിൽ പ്രസ്തുത തീയതിക്ക് ശേഷം അധ്യാപകന് ശമ്പള സ്കെയിലിൽ സ്ഥിര നിയമനം നൽകിയാലും അവർക്ക് താൽക്കാലികമായി മാത്രമാണ് നിയമന അംഗീകാരം നൽകുന്നത്. നിയമനം താൽക്കാലികമായതുകൊണ്ട് തന്നെ അവരുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യപ്പെടുന്നില്ല. വാർഷിക ഇൻക്രിമെൻ്റ് തുടങ്ങിയ ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല. അതിനർത്ഥം 10 വർഷം കഴിഞ്ഞാലും അവർ ഇപ്പോൾ വാങ്ങുന്ന ശമ്പളം മാത്രം കൈപ്പറ്റി ജീവിക്കേണ്ടി വരുമെന്ന് തന്നെയാണ്. ഇനി തസ്തിക 8/11/2021 ശേഷമുള്ളതാണെങ്കിലാണ് കൂടുതൽ സങ്കടകരം. റിട്ടയർമെൻറ്റ്, രാജി, മരണം തുടങ്ങിയ കാരണങ്ങളാലുണ്ടാകാവുന്ന സ്ഥിര വേക്കൻസികളിൽ അധ്യാപകരെ സ്ഥിരമായി നിയമിച്ചാലും അവർക്ക് ദിവസക്കൂലി നിരക്കിലുള്ള ശമ്പളം മാത്രമാണ് ലഭിക്കുന്നത്. പ്രൈമറി 955 രൂപ, ഹൈസ്കൂൾ 1100 രൂപ, ഹയർ സെക്കൻഡറി സീനിയർ 1455, ജൂനിയർ 1205. സ്ഥിര അധ്യാപകരുടെ എല്ലാ ജോലികളും ഉത്തരവാദിത്തങ്ങളും നോക്കുന്ന അവർക്ക് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട DA, HRA തുടങ്ങിയ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. അവർക്കും ഇൻക്രിമെൻ്റില്ല, ലീവില്ല, എന്തിനേറെ സേവന പുസ്തകം, സർവീസ് ബുക്ക് പോലുമില്ല. അതായത് ഭിന്നശേഷി സംവരണത്തിൻ്റെ പേരിൽ 8/11/2021 മുതലുള്ള തസ്തികകളിൽ മുഴുവൻ നിയമനങ്ങളും ഉപാധിയോടെയായിരിക്കുന്നു. ഭിന്നശേഷിക്കാർക്കായി 4% സീറ്റാണ് സംവരണം ഏർപ്പെടുത്തേണ്ടതെന്ന് കോടതി നിഷ്കർഷിച്ചിരിക്കെ മുഴുവൻ തസ്തികകളും സംവരണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. അവധിയും പ്രമോഷനും സ്വപ്നമോ? സ്ഥിരാധ്യാപകരെ അപേക്ഷിച്ച് 8/11/2021 ശേഷം നിയമിതരാകുന്ന അധ്യാപകർക്ക് ദിവസക്കൂലി നിരക്ക് മാത്രമാണ് ലഭിക്കുന്നതെന്ന് പറഞ്ഞുവല്ലോ. അതായത് സ്ഥിര നിയമനം ലഭിച്ചിട്ടും അവർക്ക് അർഹമായ ലീവില്ല. സ്കൂളുകളിൽ ഹാജരാകുന്ന ദിവസം മാത്രം ശമ്പളമെന്നായതിനാൽ ചെല്ലാത്ത ദിവസം ശമ്പളവുമില്ല. ഓണം, ക്രിസ്തുമസ്, മധ്യവേനൽ ഉൾപ്പെടെയുള്ള അവധിക്കാലത്ത് ശമ്പളം സ്വപ്നങ്ങളിൽ മാത്രം. ഒരു ഉദാഹരണം നോക്കാം. 8/11/2021 ശേഷം പെർമനൻ്റ് വേക്കൻസിയിൽ സ്ഥിര നിയമനം ലഭിച്ച ഒരു അധ്യാപിക അവർക്ക് നിയമപരമായി അവകാശപ്പെട്ട 180 ദിവസത്തെ പ്രസവാവധി എടുത്തുവെന്ന് കരുതുക. ടീച്ചർ ദിവസക്കൂലിക്കാരിയായതിനാൽ ടീച്ചർക്ക് അവധി ശമ്പളമില്ല. ടീച്ചറിനു പകരം ടീച്ചറിനെ നിയമിച്ചാൽ അവർക്കും ശമ്പളമില്ല. അതായത് കുട്ടികൾക്ക് പ്രസ്തുത വിഷയത്തിൽ പഠിപ്പിക്കുവാൻ ആളില്ലാത്ത അവസ്ഥ. പ്രമോഷൻ്റെ കാര്യമാണ് ഇതിലും കഷ്ടം. 8/11/2021 ശേഷം സ്ഥിര നിയമനങ്ങൾ അംഗീകരിക്കാതെ താൽക്കാലിക നിയമനങ്ങളായതിനാൽ അത്തരം അധ്യാപകർക്ക് പ്രമോഷനുമില്ല എന്ന മടുപ്പുളവാക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്.
കോർപ്പറേറ്റ് സ്കൂൾ സിസ്റ്റത്തിൽ പ്രൈമറി വിഭാഗത്തിൽ സ്ഥിര നിയമനം ലഭിച്ച അധ്യാപകർക്കുള്ള പ്രൊമോഷൻ തസ്തികയാണ് ഹൈസ്കൂൾ ടീച്ചർ തസ്തിക. ഇങ്ങനെ അവകാശം ലഭിച്ച അധ്യാപകരാണ് ചട്ടം 43 ക്ലെയിമൻ്റ് എന്നറിയപ്പെട്ടു വന്നത്. എന്നാൽ ഇപ്പോൾ അതിനും പ്രസക്തി ഇല്ലാതായി. ഇതിൻ്റെ ദോഷവശം എന്താണെന്ന് വച്ചാൽ അധ്യാപകരും മാനേജ്മെൻറ്റും തമ്മിൽ അസ്വാരസ്യത്തിലാകുമെന്നതാണ്. ഒരു സാഹചര്യം കണക്കിലെടുക്കാം. UP വിഭാഗത്തിൽ സ്ഥിരം വേക്കൻസിയിൽ മാനേജർ പെർമനൻ്റായി നിയമിച്ചൊരു അധ്യാപകൻ ദിവസക്കൂലി മാത്രം കൈപ്പറ്റി തുടരുന്നുണ്ടെന്നിരിക്കട്ടെ. അയാളുടെ നിയമനം സർക്കാർ അംഗീകരിച്ചിരുന്നെങ്കിൽ അടുത്ത ഹൈസ്കൂൾ പ്രൊമോഷൻ അയാൾക്കുള്ളതാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അധ്യാപകൻ ദിവസക്കൂലി താൽക്കാലികക്കാരനായതിനാൽ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കില്ല. മറിച്ച് അദ്ദേഹത്തെ UPയിൽ നിലനിർത്തി മറ്റൊരു അധ്യാപകനെ HSൽ നിയമിച്ചാൽ സീനിയോരിറ്റിയിൽ താഴ്ന്ന അധ്യാപകൻ ഉയർന്ന തസ്തികയിൽ അവരോധിക്കപ്പെടും. ഇതാകട്ടെ ചട്ടം 43 ക്ലെയിമൻ്റ് അവകാശത്തിന് വിരുദ്ധവും. ഇതുകൂടാതെയാണ് DEO തലത്തിലുള്ള ചോദ്യങ്ങളും. നൂലാമാല ഭയന്ന് HSലേക്ക് നേരിട്ട് നിയമിച്ചാൽ അർഹരായ UP അധ്യാപകർ ഇല്ലേ എന്ന ചോദ്യത്തിന് എന്തുത്തരമാണ് നൽകുക? ഉണ്ട് എന്ന് പറഞ്ഞ് പ്രമോഷൻ കൊടുത്താൽ അധ്യാപകർക്ക് ശമ്പളവും നിയമന അംഗീകാരവുമില്ല. ഇല്ല എന്നുത്തരം കൊടുത്താൽ UPയിൽ തുടരുന്ന അധ്യാപകർക്ക് ഒരു കാലത്തും പ്രമോഷൻ ലഭിക്കുകയില്ല എന്നുമാണർത്ഥം. ക്ലാസ് മുറികളിൽ ഭിന്നശേഷിക്കാരായ അധ്യാപകർ നേരിടുന്ന പ്രതിസന്ധികളും ദിവസക്കൂലിക്കാരായ അധ്യാപകരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതും എയ്ഡഡ് സ്കൂളുകളെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. 8/11/2021 പ്രശ്നം എന്ന് അവസാനിക്കും. 10/9/2024 സർക്കുലർ JR 1/304/2024 ജനറൽ എഡ്യൂക്കേഷൻ പ്രകാരം ഭിന്നശേഷിക്കാരെ നിയമിക്കുന്നതിനായി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ റിക്വസിഷൻ നൽകിയതുമായി ബന്ധപ്പെട്ട് മാനേജർ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് വ്യക്തത വരുത്തിയിട്ടുണ്ട്. റിക്രൂട്ട്മെൻറ്റ് വർഷം AEO, DEO, RDD വഴിയുള്ള റിക്വസിഷൻ സമർപ്പണം, ഒരു കാറ്റഗറിയിലേക്ക് നീക്കിവെച്ച ഭിന്നശേഷി സംവരണം, അർഹരായവരെ ലഭിച്ചില്ലെങ്കിൽ അടുത്ത വർഷം എങ്ങനെ തുടരണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നു. എന്നിരുന്നാലും ഇത് എത്ര കാലം തുടരുമെന്നും എന്നവസാനിക്കുമെന്നാണ് ദിവസക്കൂലിക്കാരായ അധ്യാപകരുടെ ആശങ്ക. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ നൽകുന്ന ഉത്തരവുകൾ പാലിച്ച് ഭിന്നശേഷി നിയമനം നടത്താൻ കത്തോലിക്കാ സഭാ മാനേജ്മെൻറ്റുകൾ തയ്യാറാണ്. താൽക്കാലിക ദിവസവേതനക്കാരായ അധ്യാപകരുടെ ആശങ്കകൾക്ക് അറുതി വരുത്താൻ അധികാരികൾ തയ്യാറാകണം.